എങ്ങനെയാണ് ജൈവകൃഷി എന്നുള്ളതാണ്. എങ്ങനെയാണ് ജൈവകൃഷി ചെയ്യേണ്ടത്? നമ്മൾ ജൈവകൃഷിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കൃഷിയിലേക്ക് ഇറങ്ങണം. എങ്ങോട്ടാണ് ഇറങ്ങണം? മണ്ണിലേക്ക് ഇറങ്ങാൻ പോവുക. മണ്ണിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. മണ്ണിലേക്ക് ഇറങ്ങണമെന്നതിന് മുമ്പ് മണ്ണൊരുങ്ങേണ്ടതുണ്ട്. മണ്ണിനെ ഒരുക്കേണ്ടതുണ്ട്. നാളിതുവരെ കുറേ ദിവസം നിങ്ങൾ പഠിച്ചത് മനുഷ്യരെ ഒരുക്കലായിരുന്നു. ഇപ്പം കൃഷിയുടെ ഒരു മൈൻഡിലൊരു കൃഷി ഇട്ടിട്ടുണ്ട്, മനസ്സിലൊരു കൃഷി ഇട്ട് കഴിഞ്ഞു. ഇനി അതെവിടെ വരണം? മണ്ണിൽ വരണം. അപ്പോൾ മണ്ണിൽ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം അറിയേണ്ടത് മണ്ണിൻ്റെ pH എത്രയായിരിക്കണം? pHനെ പറ്റിയും പഠിച്ചതാണ്. 7 ആയിരിക്കണം. മണ്ണിൻ്റെ pH 7 ആയിരിക്കണം. 7ന് താഴോട്ട് പോയാൽ എന്താ സംഭവിക്കുക? അസിഡിറ്റി കൂടും. 7ന് മേലോട്ട് പോയാൽ ആൽക്കലൈൻ. അപ്പോൾ pH നമ്മൾ ആരോഗ്യകാര്യത്തിൽ പഠിച്ചതാണ്. വെള്ളത്തിൻ്റെ pH, മണ്ണിൻ്റെ pH, മനുഷ്യൻ്റെ pH. മനുഷ്യൻ്റെ രക്തത്തിൻ്റെ pH എത്രയായിരുന്നാൽ രോഗം വരില്ല? 7.35നും 7.45നും നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അത് നിലനിർത്താൻ നമുക്ക് pHനെ പറ്റി അറിയാം. ഈ pH നിലനിർത്തേണ്ടത് എങ്ങനെ? അല്ല, ഒരു കാര്യം കൂടി. ഇപ്പോൾ 7 പറഞ്ഞു. പച്ചമുളകിന് എത്ര വേണ്ട? പച്ചമുളക് കൃഷി ചെയ്യണം. പച്ചമുളകിൻ്റെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ മണ്ണിൻ്റെ pH എത്രയായിരിക്കണം? ഇനി കുമ്പളങ്ങ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ pH എത്രയായിരിക്കണം? 6 മുതൽ 8 വരെയാണ്. 6നും 8നും ഇടയ്ക്ക് കിടക്കണം. ഓരോ ചെടിക്കും മണ്ണിന് pH വ്യത്യാസം വരും. അപ്പോൾ അത് നമ്മൾ നിത്യജീവിതത്തിലെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അറിയുക. പിന്നെ ശാസ്ത്രജ്ഞരും പറഞ്ഞു തരും. ഇപ്പം മുളകിന് എത്ര pH വേണം? 6 മതി. 6 ഉണ്ടെങ്കിലും നമുക്ക് കൃഷി ചെയ്യാം. നെല്ലിന് 6 ഉണ്ടെങ്കിലും കൃഷി ചെയ്യാം, നല്ല വിളവ് കിട്ടും. 6 ഉണ്ടെങ്കിൽ pH 6 ആയിരുന്നാൽ. ഇനി കുമ്പളങ്ങ, കുക്കുംബർ, പടവലം, ചൊരക്ക, കോവക്ക ഇതുപോലെയുള്ള സാധനങ്ങൾക്ക് മണ്ണിൻ്റെ pH എത്രയായിരിക്കണം? കൂടുതൽ വേണം. 8. ഇംഗ്ലീഷ് വെജിറ്റബിൾസ്, കാരറ്റ്, കാബേജ്, കോളിഫ്ലവർ പോലെയുള്ള, ബ്രോക്കോളി പോലെയുള്ളതിന് എത്ര വേണം? 8. സ്പൈസസുകൾക്ക്, എല്ലാ സ്പൈസസിനും വേണ്ടത് 8 ആണ്. 8. തെങ്ങിന് 8 ആണ്. തെങ്ങിൻ്റെ pH 8 ആയിരിക്കണം. ഇതെങ്ങനെ അറിയാം? ഇതെങ്ങനെയാണ് അറിയാൻ പറ്റുക? മണ്ണ് പരിശോധിച്ചാൽ അറിയാം, pH അറിയാം. പക്ഷേ തെങ്ങിന് ഇതാണ് വേണ്ടത് എങ്ങനെ അറിയാൻ പറ്റുക? തെങ്ങിന് ഇതാ വേണ്ടേ, കുരുമുളകിന് ഇതാ വേണ്ടേ, ജാതിക്ക് ഇതാണ് വേണ്ടേ എന്നെങ്ങനെയാണ് നമുക്കറിയാൻ പറ്റുക? നന്നായി തെങ്ങ് കൊലച്ച് കായ്ച്ച് നിൽക്കുന്ന ആ തെങ്ങ് നിൽക്കുന്ന മണ്ണെടുത്ത് പരിശോധിച്ചാൽ പോരെ? നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന തെങ്ങ്, ആ തെങ്ങിൽ നിറച്ച് തേങ്ങായും പിടിക്കുന്നുണ്ട്. ഓലയെല്ലാം നീല പച്ച നിറമാണ്. തെങ്ങിന് 36 മടലും ഉണ്ട്. 36 മടൽ ഓലയുണ്ട്. നല്ല തിന്നു. അതിൻ്റെ തെങ്ങിൻ്റെ തലപ്പ് റൗണ്ടായിരിക്കും. ഇപ്പോൾ തെങ്ങിൻ്റെ തലപ്പ് എങ്ങനെ നിൽക്കുക? പല ഹൈറ്റിൽ ഇങ്ങനെ നേരെ നിൽക്കുന്നു. എന്നാൽ ഏറ്റവും നല്ല തെങ്ങിൻ്റെ ഓലമടൽ നേരെ വന്ന് തടിയേൽ മുട്ടി നിൽക്കും, അടിയിലെത്ത. എന്നിട്ട് ഇതൊരു റൗണ്ടായിട്ട് നിൽക്കും തലപ്പ്. അങ്ങനെ തലപ്പ് റൗണ്ടായിട്ട് നിൽക്കണമെങ്കിൽ ആ തെങ്ങിന് 36 മടൽ വേണം. തെങ്ങിന് 36 മടൽ ഓല ഉണ്ടെങ്കിലേ അങ്ങനെ റൗണ്ടായിട്ട് വരുള്ളൂ. ഇതിലെല്ലാം തേങ്ങ പിടിച്ചിരുന്നിട്ട് റൗണ്ടിൽ ഇങ്ങനെ നിൽക്കുന്ന തെങ്ങ്, അതാണ് ആരോഗ്യമുള്ളൊരു തെങ്ങ്. അതെന്നാണ് നമുക്ക് വിത്തെടുക്കേണ്ടത്. അത് നിൽക്കുന്ന സ്ഥലത്തെ മണ്ണിൻ്റെ pH ആണ് നമുക്ക് അളക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായി തെങ്ങ് വളരുന്ന ഒരു ഇടത്തിൽ മണ്ണെടുത്ത് പരിശോധിച്ചാൽ പോരെ? ഞാൻ ആദ്യം ചെയ്തത് അതാണ്.
ലക്ഷദ്വീപിൽ മണ്ണെടുത്തുകൊണ്ട് വന്ന് ലാബിൽ കൊടുത്ത് പരിശോധിപ്പിച്ചു. ലക്ഷദ്വീപിൽ മണ്ണ് തേങ്ങ വീണ കിടന്ന് അവിടെ നിന്ന് കിളുത്ത് തെങ്ങ ആകുന്ന സ്ഥലത്ത് മണ്ണെടുത്തുകൊണ്ട് വന്ന് പരിശോധിച്ചു. അപ്പോൾ അത് പരിശോധിച്ച് കോയമ്പത്തൂർ കൊടുത്ത് പരിശോധിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ മണ്ണിൻ്റെ pH 8.5 8.5. അങ്ങനെയാണെങ്കിൽ തെങ്ങിൻ്റെ pH എത്രയാണ് എന്ന് നമുക്കൊരു നിഗമനത്തിൽ എത്താൻ പറ്റും. നമ്മുടെ ഒരു 10-500 ജാതി നിൽക്കുകയാണ്. അതിൽ ഒരു 3-4 ജാതി നിൽക്കുന്ന സ്ഥലത്തെ ജാതി മരം നല്ല ഹെൽത്തിയാണ്. ആ സ്ഥലത്തെ മണ്ണെടുത്ത് പരിശോധിച്ചാൽ പോരെ ജാതിയുടെ മണ്ണ് ഏതാണെന്നറിയാൻ? ഇങ്ങനെ പഠിക്കണം. അല്ലാതെ നമ്മൾ ഇത് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റില്ല. ഇത് അവർക്കറിയാം ആരൊക്കെ ഇത്ര നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതായിരിക്കണം എന്നുള്ളത് അറിയാം. ഇങ്ങനെ പരിശോധിച്ചിട്ട് pH കറക്റ്റ് ചെയ്യണം. ഓരോ ചെടിക്കും ചെറിയ ഡിഫറൻസ് ഉണ്ടാവാം. 8 സ്പൈസസിന് 8 വേണ്ടത്, തെങ്ങിന് 8 വേണ്ടത്. എല്ലാ സ്പൈസിനും ഒരുപോലെ ആയിരിക്കില്ല. അറൗണ്ട് 8 ആയിരിക്കും. 7 പോരാന്ന് സാരം, 7 പോരാ. പച്ചക്കറികൾക്കെല്ലാം തന്നെ 7 പോരാതെ വരും. 7ന് മേളിൽ നിൽക്കണം. ഒരു 7-7.5 നിർത്തി ചെയ്യണം. ഈ pH ഇപ്പം ലക്ഷദ്വീപിലെ pH 8.5 നിലനിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? കടൽ വെള്ളം കയറി നടക്കില്ലല്ലോ അവിടെ. കടലിലെ കക്കയുടെ പേരെന്താ? ദ്വീപുകൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് കോറൽ റീഫിലാണ്. കോറൽ റീഫ് കോറലുകളാണ്. കോറലുകളിൽ ചത്തടിഞ്ഞ കോറലിൻ്റെ മേളിൽ ചെക്കൽ കയറിയതാണ് ദ്വീപ്. അങ്ങനെയാണ് ദ്വീപുകൾ മുഴുവൻ ഉണ്ടാവുക. മുഴുവൻ ദ്വീപും അങ്ങനെയാണ്. ഇപ്പോൾ കായലിൽ ദ്വീപുണ്ടായാലും നമ്മളിപ്പോൾ പെരുമ്പളം ദ്വീപുണ്ട്. പെരുമ്പളം ദ്വീപ് ഉണ്ടായിരുന്നല്ലോ പെരുമ്പളം ദ്വീപ്. പെരുമ്പളം ദ്വീപ് ഒന്ന് കുഴിച്ചു നോക്കിയേ. അടിയിൽ മുഴുവൻ കക്കയായിരിക്കും. അടിയിൽ മുഴുവൻ കക്കയായിരിക്കും. കക്ക ചത്തടിഞ്ഞ് ചത്തടിഞ്ഞതിൻ്റെ പുറത്ത് എക്കൽ കയറി അടുത്ത വർഷവും കക്ക വീണ് ചത്തടിഞ്ഞ് അതിൻ്റെ പുറത്ത് എക്കൽ കയറി മണ്ണിന് മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല. ഷെല്ലുകൾ, കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന സാധനവും മണ്ണും കൂടി ചേർന്ന് വന്നതാണ് ഈ ദ്വീപുകൾ. കടലിലെ ദ്വീപുകളും അങ്ങനെ തന്നെ. കടലിലെ ദ്വീപുകളും ഇങ്ങനെ ഫോം ചെയ്ത് വരുന്നതാണ്. ദ്വീപുകൾ വന്നതാണ്. അപ്പോൾ മണ്ണിൻ്റെ pH വ്യത്യസ്തമായിരിക്കും, ചെടികൾക്ക് വ്യത്യസ്തമായിരിക്കും. അത് നിത്യജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടുപിടിക്കണം. ശാസ്ത്രലോകത്തിന് കുറേ അറിയാം, പറഞ്ഞു തരും. ഇന്ന pH ഇത്രയാണെന്ന് ചെടികൾക്ക് പറഞ്ഞു തരും. അപ്പം മണ്ണിൻ്റെ pH അറിഞ്ഞിരിക്കണം. ഈ pH നിലനിർത്തേണ്ടത് എങ്ങനെ? അതായിരുന്നു ആദ്യത്തെ വെല്ലുവിളി. ജൈവ കൃഷിയുടെ ആദ്യത്തെ വെല്ലുവിളി അതായിരുന്നു. എങ്ങനെയാണ് ഈ pH നിലനിർത്തേണ്ടത്? എന്ത് സാധനം ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? കുമ്മായം ഉപയോഗിച്ചിട്ടായിരുന്നു. കുമ്മായം ഉപയോഗിച്ച് നമ്മൾ pH കറക്റ്റ് ചെയ്യുമ്പോൾ മണ്ണിൽ എന്തായിരിക്കും സംഭവിക്കുക? ജീവൻ ചത്തുപോകും. ഇപ്പോൾ ജീവൻ്റെ നിയമത്തിനെതിരാണ്, ജൈവ കൃഷിക്കെതിരല്ലേ? നമ്മൾ ഡെഫിനിഷൻ ഉണ്ടാക്കിയിരിക്കുന്ന ജീവനെ ആധാരമാക്കിയ കൃഷിയെന്നും പറയുകയും കുമ്മായം ഉപയോഗിച്ച് pH കറക്റ്റ് പറയാൻ ചെയ്താൽ രണ്ടും കൂടി കോൺട്രഡിക്ഷൻ ആവില്ലേ? കോൺട്രഡിക്ഷൻ ആക്കും. അപ്പോഴാണ് ആലോചിച്ചത് എന്താ വഴി, എങ്ങനെ pH ഇത് കറക്റ്റ് ചെയ്യും എന്നുള്ളത് തോന്നി. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തു, ഈ കുമ്മായം ഉണ്ടാക്കുന്ന കക്കായ എടുത്തുകൊണ്ട് വന്ന് ഞാനൊരു മെഷീൻ ഉണ്ടാക്കി. അതായത് ഒരു സെക്കൻഡ് ഹാൻഡ് പൾവറൈസർ മേടിച്ച് എൻ്റെ ഫാക്ടറിയിൽ എൻ്റെ ഒരു പഴയ മോട്ടർ 10 horsepower മോട്ടർ ഇരിപ്പുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി കൊണ്ടുപോയി ഒരു വർക്ക്ഷോപ്പിൽ കൊടുത്തിട്ട് പറഞ്ഞു, എനിക്ക് കക്ക പൊടിക്കാനുള്ള ഒരു സാധനം ഉണ്ടാക്കി തന്നെ. എത്ര രൂപ വേണം? ഇതിൽ നിന്ന് കക്ക പൊടിക്കാനുള്ളൊരു സാധനം ഉണ്ടാക്കി തന്നെ എന്ന് പറഞ്ഞാൽ ഒരു 5000 രൂപ വേണം. ഞാൻ 5000 രൂപ എടുത്തു. അവൻ 2-3 ദിവസം കൊണ്ട് സാധനം സെറ്റ് ചെയ്ത് തന്നു. സെക്കൻഡ് ഹാൻഡ് പൾവറൈസറും ഇതിലും കൂടി പൊടിച്ച് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് എല്ലാ ദിവസവും പൊടിക്കാമെന്ന് വിചാരിക്കേണ്ട, തൽക്കാലത്തേക്ക് പൊടിക്കാം. ഇതിൻ്റെ ബ്ലേഡ് നിങ്ങൾ വേറെ വിധത്തിൽ ഉണ്ടാക്കിക്കൊള്ളണം. ഇതിപ്പോൾ ഗോതമ്പ് പൊടിക്കണ ബ്ലേഡാണ് ഇരിക്കണത്, അത് പറ്റില്ല. കക്ക പൊടിക്കണ കക്ക ഭയങ്കര ഹാർഡല്ലേ, അത് വേഗം തേഞ്ഞു പോകും. ഞാൻ പറഞ്ഞു അത് മതി, സാധനം മതി. എടുത്ത് ഞാനത് അപ്ലൈ ചെയ്ത് നോക്കി, യൂണിവേഴ്സിറ്റി കൊടുത്തു, അപ്ലൈ ചെയ്ത് നോക്കി. വണ്ടർഫുൾ സക്സസ്. pH കറക്റ്റാക്കി നിലനിർത്താൻ പറ്റും.
കുമ്മായ ഇടുമ്പോൾ ജീവികൾ ചത്തുപോകുമെന്ന് മാത്രമല്ല, pH 9-10 പോവുകയും ചെയ്യും. 9-10 പോകും. 9-10 ചെടികൾക്ക് പറ്റില്ല. പെട്ടെന്ന് തന്നെ pH ഹൈ ആകും. പതുക്കെ പതുക്കെ വീണ്ടും പഴയ സ്റ്റേജിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഈ കക്കാപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്താം. വെതറിയിട്ടാൽ മതി, വേറെ പുറമേ വെതറിയിട്ടാൽ മതി. ഇല്ല, കുമ്മായം പറന്നു പോയില്ലല്ലോ, അത് മല തന്നെ. കുമ്മായം അതിനേക്കാളും നൈസല്ലേ. ഇതിനകത്ത് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ തരികളുണ്ടാകാനും നന്നായിട്ട് പൊടിയുന്നതും വരും, തരികളും വരും. ഇപ്പം തരികൾ അവിടെ കിടന്നിട്ട് മണ്ണ് അസിഡിക് ആകുന്നതിന് ആനുപാതികമായി അത് പൊടിഞ്ഞു ചേരും. അല്ലെങ്കിൽ അവിടെ കിടക്കും. അത് തന്നെ ഏതും. ഈ കോറൽ റീഫ് എടുത്താലും ഇപ്പം ഇവർ കിണറിൻ്റെ വെള്ളം തെളിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച കടൽക്കക്കയാണ് അല്ലേ. അതിനേക്കാളും ബെറ്റർ ഒരു പ്രൊഡക്റ്റ് ഇറക്കാം. അവർക്ക് വെല്ലുവിളിയായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കാം. ഏതെടുത്താൽ മതി? പവിഴപ്പുറ്റെടുത്ത് പൊടിച്ചാൽ മതി, കോറൽ റീഫ് എടുത്ത് പൊടിച്ചാൽ മതി. ലക്ഷദ്വീപുകളിൽ ചെന്നാൽ കിട്ടും. അവിടെ എന്ത് പണിയണമെങ്കിൽ കുഴിക്കണ്ടേ, കുഴിക്കുമ്പം കോറൽ റീഫ് ഉണ്ടായിരിക്കും. അവിടെ വെറുതെ വേസ്റ്റായിട്ട് കിടപ്പുണ്ടാകും. പോയി എടുത്തോണം അവിടെ, അല്ലെ വേറെ ആളുകൾ എടുത്തോണ്ട് വന്ന് പ്രൊഡക്റ്റ് ആക്കും. കാരണം ഇന്ന് കടൽക്കക്കായി ഇടുന്നതിനേക്കാളും കണ്ണീര് പോലെ വെള്ളം തെളിയും കോറൽ റീഫായാൽ. കാരണം ഒന്നുകൂടി പവർഫുള്ളായിട്ടുള്ള ഒരു കാൽസ്യം കാർബണേറ്റാണത്. ഈ ഷെല്ലുകളെല്ലാം തന്നെ കാൽസ്യം കാർബണേറ്റാണ്. അത് നീറ്റി പൊടിച്ചാൽ അത് കാൽസ്യം ഹൈഡ്രോക്സൈഡാണ്, ഓക്സൈഡാണ്. ഇതാണ് വ്യത്യാസം. കുമ്മായത്തിനകത്ത് നമ്മൾ കൈ കൊണ്ട് പൂത്തി വെക്കാൻ പറ്റുമോ? കൈ വെന്തു പോകും. ഈ കക്കായുടെ പൊടിക്കകത്ത് എത്ര നേരം കൈ വെച്ചിട്ടിരുന്നാലും ഒരു കുഴപ്പവും വരില്ല. അപ്പം ഏതാണ് ഉപയോഗിക്കേണ്ടത്? നമ്മൾ ജൈവകൃഷി പറയുമ്പോൾ ഏതാ ഉപയോഗിക്കേണ്ടത്? കുമ്മായം പോലെ തന്നെ പൊടിച്ച് ഇതിലേക്ക് ഇറക്കണം. ഇതിനെ എല്ലാവരും എതിർത്തിരുന്നു. ഗവൺമെൻറ് എതിർത്തു, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എതിർത്തു. അതെ, അത് വ്യത്യാസം പറഞ്ഞത് എങ്ങനെയാണ്? നീറ്റിയല്ലേ എടുക്കണേ. ഈ കക്കായ എടുത്ത് നീറ്റുക എന്ന് പറഞ്ഞാൽ എന്താ? കത്തിക്കുക. ഇത് കത്തിക്കുന്നത് എങ്ങനെയാ? കരിയും കൂടി മിക്സ് ചെയ്യും. കക്കായും കരിയും കൂടി മിക്സ് ചെയ്തിട്ട് അടിയിൽ തീയിടും. അപ്പോൾ നമ്മൾ കൊല്ലൻ്റെ ആലയിൽ കരിക്ക് തീ പിടിക്കില്ലേ? കരിക്ക് തീ പിടിക്കണ പോലെ ഇതിൻ്റെ അകത്ത് കിടക്കണ കരി കത്തും. കരി കത്തുമ്പോൾ ഈ കക്കായുടെ അകത്തെ കാർബണും കത്തും. മനസ്സിലായില്ലേ? അതിന് കാർബണില്ലേ, കാൽസ്യം കാർബണേറ്റാണത്. കാൽസ്യമല്ല, കാൽസ്യം കാർബണേറ്റാണ്. ആ കാർബണും കത്തി എങ്ങനെ ഇരിക്കും? വെള്ളം വീണ് കഴിഞ്ഞാൽ ഉടനെ അത് പൗഡറാകും. അപ്പോഴേ പൗഡറാവുള്ളൂ, അല്ലെങ്കിൽ ഇത്തിലായിട്ട് തന്നെ ഇരിക്കും. അതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഇത്തിലായിരിക്കും. കൊണ്ടുപോയി വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അത് കത്തി വരും, കാൽസ്യം ഓക്സൈഡാകും. അപ്പോൾ നമ്മൾ ഈ നീറ്റുമ്പോൾ ചെയ്യുന്നത് എന്താ? അതായത് തടി കത്തിക്കുമ്പോൾ കിട്ടുന്ന കരിയാണ്, കത്തിക്കുമ്പോൾ കിട്ടുന്ന കരിയാണ്. അതിനകത്ത് കിട്ടിക്കുന്ന കാർബണുണ്ട്, അത് ലിവിങ് കാർബണാണ് അല്ലേ? ലിവിങ് കാർബണാണ്. ഈ കക്കായുടെ അകത്തിരിക്കുന്ന കാർബണോ അതും ലിവിങ് കാർബണാണ്. അത് കത്തിച്ചിട്ടാണ് നമ്മൾ കുമ്മായാക്കണം. നഷ്ടമല്ലേ അത്? ചെറിയ നഷ്ടം വല്ലതുമാണോ? വെളുത്ത കാർബണാണത്. കക്കായുടെ അടിയിലിരിക്കുന്ന വെളുത്ത കാർബണാണ്. ഇച്ചിരി കാർബൺ എനർജി കൂടുതൽ ശേഖരിച്ചാൽ, എനർജി കൂടുതൽ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ കൂടുതൽ ശേഖരിച്ചാൽ അതാണ് ഡയമണ്ട്. കാർബൺ തന്നെയാണ്. പിടികിട്ടിയല്ലോ? അത് കത്തിക്കരുത്, കത്തിക്കാൻ പാടില്ലാത്തതാണ്. കരിയില കത്തിക്കരുത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതും കത്തിക്കരുത്. അല്ലാതെ മെഷീനിൽ എന്നാൽ ഇത് വേണം താനും നമുക്ക് പൊടിച്ച് ഇടുക. 10,000 വർഷം കൃഷി മേഖലയിൽ ചെയ്ത തെറ്റാണ് തിരുത്തിയത്.
മനസ്സിലായില്ലേ? 10,000 വർഷമായിട്ട് ഇന്നും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്നത് എന്താ? കുമ്മായിടനാണ്. മനസ്സിലായില്ലേ? അതാണ് നമ്മൾ തിരുത്തിയത്. ആ പിന്നെ അവർ ചോദിച്ചു നോക്ക്. ഇതിട്ടാൽ മതി, അതിട്ടാൽ മതി. ഇപ്പം ഇവരുടെ ആദ്യത്തെ കമ്പനിയിൽ ലക്ഷങ്ങളുടെ കോടികളുടെ ബിസിനസ് നടന്ന പ്രൊഡക്റ്റായത്. ഡോളമൈറ്റ് വേറെ, ഡോളമൈറ്റ് പഠിക്കും നമ്മൾ. ഇത് കാൽസ്യം കാർബണേറ്റ് ഇട്ട് pH കറക്റ്റ് ചെയ്യണം. കുമ്മായം ഇട്ടല്ല ചെയ്യേണ്ടത്. മനസ്സിലായി? കുമ്മായം ഇട്ടല്ല pH കറക്റ്റ് ചെയ്യേണ്ടത്. കാൽസ്യം കാർബണേറ്റ് ഇട്ട് pH കറക്റ്റ് ചെയ്യണം. പിടികിട്ടിയല്ലോ? ഇപ്പം 2 കാര്യങ്ങൾ. ആര് വരാതിരിക്കാൻ രക്ഷയില്ല. കാരണം എന്താ? ഇത് പ്രകൃതിയുടെ നിയമമാണ്. ആ നിയമത്തിലേക്ക് തെറ്റായ കാര്യങ്ങൾ 10,000 വർഷം ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി വരുമ്പോൾ അതിലേക്ക് മനുഷ്യർ മാറിക്കൊള്ളും. കാരണം അത് അനുഭവത്തിൽ അതാണ് വരിക. പിന്നെ തിയററ്റിക്കലി അതാണ് ശരിയാകുക. ഇവർ പഠിക്കണത് അതാണ്. ഫസ്റ്റ് പ്രിഫറൻസ് കാൽസ്യം കാർബണേറ്റിനാണ്. എന്നിട്ടും കുമ്മായാണ് ഇട്ടിട്ടിരുന്നത്. 2 2 എന്ന് ഞാൻ ചോദിച്ചു അവരുടെ. ആ, കുമ്മായം വാങ്ങിച്ചാലേ സബ്സിഡി കിട്ടുള്ളൂ. കക്കാപ്പൊടി വാങ്ങിച്ചാൽ സബ്സിഡി കിട്ടത്തില്ല. ഇനി ആർക്കുകൂടി ബോധ്യം വന്നം? സർക്കാരിനൂടി ബോധ്യം വന്നം. ഇതാണ് വേണ്ടത് കൃഷിക്ക്. സർക്കാരിന് ഇതിനെയും ബോധ്യമായിട്ടില്ല. 10-38 വർഷമായി നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും മനുഷ്യർ ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്തിട്ട് തീയിടരുത് എന്നൊരു സന്ദേശം കൊടുക്കാൻ കൃഷി ഡിപ്പാർട്ട്മെൻറ്റിനും മന്ത്രിക്കും പറ്റിയിട്ടില്ല. ഇത് ഇടണമെന്നുള്ളത് പറയാൻ പറ്റിയിട്ടില്ല. കക്കാപ്പൊടിക്കാണ് ഇടേണ്ടത് എന്നുള്ളതും പറ്റിയിട്ടില്ല. ഗവൺമെൻറ്റിന് പറ്റിയിട്ടില്ല, മന്ത്രിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എന്താണ്? വല്ലതും തിന്നണമെന്നുണ്ടെങ്കിൽ വല്ലതും അടുത്ത സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നാലേ തിന്നാൻ പറ്റുള്ളൂ. വിഷമാണെങ്കിലും അടുത്ത സംസ്ഥാനത്ത് നിന്ന് കൊണ്ടുവന്നാലേ തിന്നാൻ കിട്ടുമെന്നുള്ള അവസ്ഥ. ഇവിടെ കൃഷി ഉപേക്ഷിച്ച് മനുഷ്യർ കടന്നുകൊണ്ടേയിരിക്കും. കാരണം ഇത് കക്കാപ്പൊടി ഇട്ടുകൊണ്ടിരുന്നാൽ ഓരോ വർഷവും ഇടുന്തോറും അളവ് കുറച്ച് മതി, ചെലവ് കുറയും, pH സ്റ്റെബിലൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കും. അങ്ങനെയില്ല. നിങ്ങൾ കുമ്മായി ഇടുന്ന പോലെ തന്നെ ഇടുക. പോരാതെ വന്നാൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഇച്ചിരി കൂടിയെന്ന് വിചാരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇച്ചിരി കൂടിപ്പോയി, കുമ്മായമാണ് ഇച്ചിരി കൂടിപ്പോയാൽ എന്ത് സംഭവിക്കും? ചെടി കരിഞ്ഞു പോകും. ചെടിയും കരിഞ്ഞു പോകും. ജീവികൾ ചത്തുക മാത്രമല്ല, ആര് എവിടെ? താറാവിന് തീറ്റയായിട്ട് കൊടുക്കുന്നു. അതിനും ഗ്ലേസിംഗ് ഉണ്ട്. ഇതെല്ലാം ഞാൻ ഇട്ട് നോക്കിയതാണ്. അതിനും ഒരു തിളക്കമുണ്ട്. ആ തിളക്കമുള്ളത് കൊണ്ട് വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് pH കറക്റ്റ് ചെയ്യാൻ താമസം വരും. മതി, അതിട്ടാലും മതി. കുറേ ഒരു 1.5 വർഷം കഴിയുമ്പോൾ അവൻ മഞ്ഞും വെയിലും കൊണ്ടുവരുമ്പോൾ, മഴയും കൊണ്ടുവരുമ്പോൾ അത് പൊടിയാൻ തുടങ്ങും. അതായാലും മതി. പക്ഷെ അത് മെഷീനിൽ പൊടിക്കാൻ ഇടുകയാണെങ്കിൽ കുമ്മായം എങ്ങനെ ഇട്ടുന്നോ അതിൻ്റേതായ അഡ്വാൻറ്റേജ് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു തിരുത്ത്. 2 കാര്യം: മണ്ണിൻ്റെ pH, മണ്ണിൽ എങ്ങനെ ഉപയോഗിക്കണം. കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ച് pH കറക്റ്റ് ചെയ്യണം, കക്കാപ്പൊടി ഉപയോഗിച്ച്. ഇനി ലോകം മുഴുവൻ ഇതിലേക്ക് വരേണ്ടി വരും. വരും. കാരണം എന്താണെന്ന് വെച്ചാൽ, കായലിലെ കക്ക ഞാൻ ആദ്യം ഇറക്കിച്ചത് 10 രൂപയ്ക്കാണ്. അന്ന് കുമ്മായത്തിന് 15 രൂപ വിലയുണ്ട്. കുമ്മായത്തിന് 15, സബ്സിഡി റേറ്റിൽ തരുമ്പോഴാണ് ഈ വിലയില്ലാത്തത്. കുമ്മായത്തിന് യഥാർത്ഥത്തിൽ വില 15 രൂപ നിൽക്കുമ്പോൾ കായലിലെ കക്ക പൊടിച്ചത് 10 രൂപയ്ക്ക് ഇറക്കി. അതായത് ഗുണം കൂടുതലുള്ള സാധനം വില കുറച്ചിറക്കാൻ കഴിഞ്ഞു. ഓട്ടോമാറ്റിക്കലി ജൈവ കൃഷിയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ ഇങ്ങനെ പ്രൊഡക്റ്റുകൾ വരണം, മാർക്കറ്റിൽ വരണം. അങ്ങനെയാണ് ജൈവ കൃഷി കൂടുതൽ ആൾക്കാർ സ്വീകരിക്കും. കടൽ കക്കയാണ് നല്ലത്.
കാരണം ഒരു പിടി കായൽ കക്ക വാരി വെച്ചാൽ, ഒരു പിടി കടൽ കക്ക വാരി വയ്ക്കുക. ഈ കായൽ കക്ക ഒറ്റ ഇനം. കടൽ കക്ക ഒരു പിടി വാരി വെക്കണമെന്നുണ്ടെങ്കിൽ പല നിറമുണ്ട്, പല ഷെയ്പ്പാണ്, പല വലിപ്പമാണ്. ഷെയ്പ്പ് വ്യത്യാസമുണ്ട്. ശംഖ് പോലെ ഇരിക്കണമുണ്ട്, കക്ക പോലെ ഇരിക്കണമുണ്ട്, നീളത്തിലുണ്ട്, കറുപ്പുണ്ട്, മഞ്ഞയുണ്ട്, പലതരത്തിലുള്ള കക്കയുണ്ട്. ദി മോർ ഡൈവേഴ്സ് മോർ സസ്റ്റൈനബിളാണ്. അപ്പോൾ ഇതിനകത്ത് വൈവിധ്യം കൂടിയാൽ ഓരോ കക്കയും ഓരോ ട്രേസ് എലമെൻറ്റ് മണ്ണിലേക്ക് തരും. നമ്മുടെ പ്രശ്നം ട്രേസ് എലമെൻറ്റ് ഡെഫിഷ്യൻസിയാണ്. അപ്പം അതും കൂടി കവർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ് കടൽ കക്കാപ്പൊടി. അപ്പോൾ കായൽ കക്കാപ്പൊടി ഒരു കൂട്ടരെ കൊണ്ടുണ്ടാക്കിച്ചു, കടൽ കക്കാപ്പൊടി വേറൊരു കൂട്ടരെ കൊണ്ടുണ്ടാക്കിച്ചു. രണ്ടും മാർക്കറ്റിലെത്തി. അവരത് മാർക്കറ്റ് ചെയ്യുന്നു. ഇപ്പോൾ വെള്ളത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു. നാളെ ഒരു സാധനം കൂടി വരും ഓണത്തിന്. എന്താണ് വരുന്നത്? ഓണത്തിനൊരു പുത്തൻ പെയിൻറ്റും വരും. മനസ്സിലായി? ഒരു പുത്തൻ പെയിൻറ്റ്. ഇപ്പോഴത്തെ പെയിൻ്റ് അടിക്കുന്നതിനകത്ത് ചത്ത കാൽസ്യം കാർബണേറ്റാണ്. അതല്ലേ? കാൽസ്യം കാർബണേറ്റ് ചത്തതാണ്. എന്നാൽ ജീവനുള്ള ഒരു കാൽസ്യം കാർബണേറ്റിൻ്റെ പെയിൻ്റ് ഇറങ്ങിയാൽ ആ പെരക്കകത്ത് കിടന്നുറങ്ങാൻ സുഖമായിരിക്കില്ലേ? അതവർ തീരുമാനിക്കും. ആദ്യം എന്ത് ചെയ്യണം? കുറച്ച് കൂടുതൽ കാശ് മേടിക്കണം, പിന്നെ പതുക്കെ കുറച്ച് കൊടുക്കുക. കാരണം അതിനകത്ത് ഉറങ്ങുമ്പം മനസ്സിലാകും, കാരണം ജീവനുള്ള കാർബണാണ് അന്തരീക്ഷത്തിലുള്ള സകല മാലിന്യങ്ങളെയും മണത്തെയും ഒക്കെ അവൻ പിടിച്ചെടുത്ത് ശേഖരിച്ച് വയ്ക്കും. ചത്ത കുമ്മായത്തിനത് പറ്റുമോ? പറ്റില്ല. അങ്ങനെയാണ് പുതിയ പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. ലോകത്തിന്നേ വരെ ഒരു മനുഷ്യന് ഇറക്കിയിട്ടില്ലാത്ത ഒരു പ്രൊഡക്റ്റായിരിക്കും ഇറങ്ങിക്കഴിഞ്ഞു, പെയിൻ്റായി കഴിഞ്ഞു, പേര് വിട്ട് കഴിഞ്ഞു. എന്താ പേര്? ഭദ്രമായി പെരക്കകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റുന്ന പെയിൻറ്റ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതാണ് ജൈവ കൃഷി പഠിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം പ്രൊഡക്റ്റുകൾ ഇറക്കാൻ പറ്റും എന്ന് നോക്കുക. മണ്ണിലെ കാൽസ്യം. അപ്പോൾ രണ്ട് കാര്യം പഠിച്ചു. എന്തിനോടും മിക്സ് ചെയ്യാം. ഇപ്പം ചാണകത്തിൽ കുമ്മായാണ് മിക്സ് ചെയ്യണമെങ്കിൽ ചാണകത്തിൽ ബാക്ടീരിയ മുഴുവൻ ചത്തുപോകില്ലേ? ഇതാണെങ്കിലോ ഒരു പ്രശ്നവുമില്ല. ഈവൻ രാസവളത്തോട് കൂടിയും വിടാം. ഇത് രാസവളത്തിൻ്റെ ദൂഷ്യം ഒരു പരിധി വരെ കുറച്ച് തരും ഈ കക്കാപ്പൊടി ഇടുകയാണെന്നുണ്ടെങ്കിൽ. അത് കാര്യപ്പൊടി കിട്ടിയില്ലേ? സെയിം സാധനം. ആ പ്രോസസ്സ് എന്താ പിന്നെ ഇപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ അന്ന് ഡോക്ടർ ലീനാകുമാരി രാജകൊട്ടാരത്തിലെ ഒരു സ്ത്രീയാണ്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഹെഡാണ്. ആ ലീനാകുമാരി ആയിരുന്നു ജൈവ കൃഷി ക്ലാസ്സിൽ നെല്ലിനെ പറ്റി ക്ലാസ് എടുപ്പിക്കാനായിട്ട് ഞാൻ ചെന്ന് വിളിച്ചിട്ട് വന്ന് ക്ലാസ് എടുക്കണം. ഒരു ദിവസത്തെ ക്ലാസ് നെല്ലിനെ പറ്റിയുള്ള ക്ലാസ്. നെല്ലിൻ്റെ ഹെഡ് തന്നെ എടുക്കണം. ജൈവ കൃഷി അവർ ചെയ്യണതെന്നാ? രാസകൃഷി ചെയ്യിക്കുന്നവർ നെല്ലിൻ്റെ ജൈവ കൃഷി എടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ റെഡിയാണെന്ന് പുള്ളിക്കാരത്തി പറഞ്ഞു. അത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഇത് പരിചയമല്ല, പറയാം, ഓപ്പണായിട്ട് പറയാം. ഞാൻ ചോദിച്ചു, നമ്മളെപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നത് കുമ്മായല്ലേ? കുട്ടനാട് മുഴുവൻ ഇട്ടുകൊണ്ടിരിക്കുന്ന കുമ്മായല്ലേ? ആണ്. ഇടേണ്ടത് എന്താണ് പഠിച്ചത്? നിങ്ങൾ പഠിച്ചത് എന്താണ്? കാൽസ്യം കാർബണേറ്റ് ഇടാനാണോ കാൽസ്യം ഓക്സൈഡ് ഇടാനാണോ പഠിച്ചത്? ആധുനിക കൃഷിശാസ്ത്രം പഠിപ്പിച്ചത് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. കാൽസ്യം കാർബണേറ്റ് ഇടാനാണ് ഇവർ പഠിച്ചത്. കാൽസ്യം കാർബണേറ്റ് ഇടാനാണ് ഞങ്ങളും പഠിച്ചത്. ഇപ്പം ഇടിയിച്ചോണ്ടിരിക്കണത് എന്താ നിങ്ങൾ? കാൽസ്യം ഓക്സൈഡ്. തെറ്റല്ലേ? പഠിച്ചതാണെന്ന് എല്ലാവരും പഠിപ്പിക്കുന്നത് ഇതാണ്. നമ്മൾ കാൽസ്യം കാർബണേറ്റ് പ്രചരിപ്പിച്ചു തുടങ്ങിയപ്പോൾ കോഫി ബോർഡ് മാത്രമാണ് തിരുത്താൻ തയ്യാറായത്. കോഫി ബോർഡ് ഫസ്റ്റ് പ്രിഫറൻസ് കാൽസ്യം കാർബണേറ്റ് കക്കാപ്പൊടിക്ക് അവർ എവിടെ പ്രിൻ്റ് ചെയ്തിറക്കി. എനിക്ക് കിട്ടിയത് ഒരാൾ അയച്ചു തന്നു, സാറേ ഇതേ അവരെടുത്തിട്ടുണ്ട്, കോഫി ബോർഡ് എടുത്തു.
ഇന്നും പാടി ബോർഡ് ഒരു ബോർഡുകാരും അത് സ്വീകരിച്ചിട്ടില്ല. കാരണം ഇച്ചിരി ചളിപ്പുണ്ട്. കാരണം എന്താണ്, ഇത്രയും നാൾ ഞങ്ങൾ ഈ മണ്ടത്തരാണല്ലോ ചെയ്യിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വിഷമം അത്രേ ഉള്ളൂ. അതൊന്ന് ബോധ്യമായി കഴിഞ്ഞു, അവർക്ക് ബോധ്യമായി, അവരുടെ തെറ്റവർക്ക് ബോധ്യമായി. എന്നാലും ഞങ്ങളെ പഠിപ്പിച്ചത് അതല്ലേ, ഞങ്ങൾ പഠിച്ചതല്ലേ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ ഇതുവരെ തിരുത്തിയില്ലല്ലോ. വേറൊരാൾ വന്നിട്ട്, കോമേഴ്സുകാരൻ വന്നിട്ട് അത് തിരുത്തി. നാണക്കേടല്ലേ അവർക്ക്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കാർക്ക് നാണക്കേട്, അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നും. തിരുത്തും, നാളെ തിരുത്തിയേ പറ്റും. ഇപ്പം 2 കാര്യം. ഇനി 3ാമത്തെ കാര്യം, മണ്ണിലെ കാർബണിൻ്റെ തോത് അതിപ്രധാനമാണ്. pH കറക്റ്റ് ചെയ്യാതെ ആരും കൃഷിയിലേക്ക് ഇറങ്ങിയേക്കരുത്. മനസ്സിലായില്ലേ? മനസ്സിലാക്കാതെ അങ്ങോട്ട് ഇറങ്ങിയേക്കരുത്. ഇറങ്ങിയാൽ തല്ലുമേടിക്കും. മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യാതെ കൃഷി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ തല്ലുറപ്പാണ്, നല്ല ഉറപ്പ് മേടിക്കും. എല്ലാം കിളുക്കില്ല, ഒന്നും കിളുക്കില്ല. കിളുത്ത് വന്നത് മുഴുവൻ കീടം കൊണ്ടുപോകും. ഇതാണ് പരാതി. ഇവിടുത്തെ എനിക്ക് 100 കണക്കിന് കത്ത് വന്നിട്ടിരുന്നു ആദ്യകാലങ്ങളിൽ, 100 കണക്കിന് കത്ത്. നിങ്ങൾ ജൈവ കൃഷി ചെയ്യാൻ പറയുന്നു, ഞങ്ങൾ ജൈവ കൃഷിക്ക് വിത്തിട്ടു, ഒരു സാധനം ഇവിടെ കിളുക്കണില്ല, കിളുത്ത് വന്നത് മുഴുവൻ കീടം കൊണ്ടുപോകണു. ഇതാണ് പരാതി. അതിന് കാര്യം എന്താ? മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യാതെയാണ് ഇത് ചെയ്യുക. അളക്കുന്നതിനുള്ള മെഷീനുണ്ട്, അളക്കാനുള്ള മെഷീനുണ്ട്, സൊല്യൂഷനും ഉണ്ട്. സൊല്യൂഷനൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു. അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടും, pH ഇൻഡിക്കേറ്റിംഗ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സൊല്യൂഷൻ കിട്ടും. ആ സൊല്യൂഷൻ 3 തുള്ളി ഇതിൻ്റെ മണ്ണ് ഇളക്കാൻ പറ്റില്ല, മണ്ണെടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് ആ വെള്ളം എടുത്തിട്ട് ഈ സൊല്യൂഷൻ ഇട്ട് അതിൻ്റെ നിറം നോക്കി, ഈസി, 5 മിനിറ്റ് മതി പഠിക്കാൻ. 5 മിനിറ്റ് ഒരു കർഷകനെ സംബന്ധിച്ച് അതിൻ്റെ കളർ നോക്കിയാൽ മതി. അതേ മെത്തേഡ് മണ്ണെടുത്ത് വെള്ളത്തിൽ കലക്കിയിട്ട് വെള്ളം ടെസ്റ്റ് ചെയ്യണം. അല്ല, മണ്ണെടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇപ്പോൾ മീറ്ററുണ്ട്, ഇലക്ട്രോണിക് മീറ്ററുണ്ട്, മണ്ണിൽ കുത്തിയാൽ മതി. കുത്തിയാൽ ഡിസ്പ്ലേ ബോർഡുണ്ട്, എത്രയാണെന്നുള്ളത് തെളിഞ്ഞു വരും. അതിന് 2000 മുതൽ മേലോട്ടുണ്ട്, കീഴ്പോട്ടും ഉണ്ട്. 500 രൂപയ്ക്കും കിട്ടും. 5 പ്രാവശ്യം കുത്തുമ്പം പോകും. 2000-ൻ്റെ മേടിച്ചാൽ കുറേ നാൾ ഉപയോഗിക്കാം. അവരതാണ് ആദ്യം ചെയ്തത്. ഇവർ ആദ്യം എൻ്റെ അടുക്കൽ വന്നിട്ട് ചെയ്ത ഇതായിരുന്നു, ആദ്യത്തെ പ്രൊഡക്റ്റ് ഇതായിരുന്നു, കക്ക പൊടിച്ചതായിരുന്നു ആദ്യ പ്രൊഡക്റ്റ്. അവർ എന്താ കല്ലുമ്മേക്കയുടെ ഇതല്ലേ എടുത്തത്. ആദ്യം അവർ പൊടിച്ചിറക്കിയത് ഞാൻ മുഹമ്മയിൽ നിന്നും ഇറക്കി കൊടുത്തു. ഒരു ലോഡ് 12 ടണ്ണ 10 ടണ്ണ കായലിലെ കക്ക അവിടെ ഒരു പ്രൈവറ്റുകാരന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് കയറ്റി വിട്ടു. പൊടിച്ച് മാർക്കറ്റിൽ ഇറക്കിയപ്പോൾ കക്കായ്ക്ക് വില 1 രൂപ പെട്ടെന്ന് കൂടി. അപ്പോൾ പിന്നെ വേറെ എടുത്തു. എവിടെയാണ്? നീണ്ടകര പോയി ഈ കല്ലുമ്മേക്ക എന്ന് പറയുന്ന സാധനം ഇല്ലേ, അത് കിട്ടും. അതും കാൽസ്യം കാർബണേറ്റാണ്. ഏത് ഷെല്ലും കാൽസ്യം കാർബണേറ്റാണ്. ഇനി മണ്ണിലെ കാർബണിൻ്റെ തോത് അല്ല, കുത്തമ്പഴല്ല കേടാവുക, അത് അത്രയും പ്രാവശ്യമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. ചില പറയില്ലേ 2000 പ്രാവശ്യം ഉപയോഗിക്കാം, ചിലത് 1,00,000 പ്രാവശ്യം ഉപയോഗിക്കാം. അപ്പോൾ ഇലക്ട്രോണിക് സാധനമല്ലേ, പെട്ടെന്ന് കേടാവും. അതിന് പഠിക്കണ്ട, കാരണം ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. ഈ pH നോക്കണം, മീറ്റർ മേടിച്ചാൽ മതി. മനസ്സിലായില്ലേ? ടെക്നോളജി ആൾറെഡി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു വരി വെണ്ട നട്ടോ എല്ലാവരും 10 എണ്ണം, എന്നിട്ട് ചത്തുപോയല്ല, കുറേയൊക്കെ ചത്തു തുടങ്ങി. അപ്പോഴാണ് ഒരു വരി 10 എണ്ണം നട്ടിരിക്കുകയാണ്. 10 എണ്ണം നട്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ മണ്ണിൻ്റെ pH നോക്കിയതാണ്. pH നോക്കിയിട്ടാണ് എടുത്തത്. അതായത് നമ്മൾ ഈ ഇത് അനുസരിച്ച് വെള്ളത്തിൽ കലക്കി pH നോക്കിയാണ്. പക്ഷേ ഈ 10 എണ്ണത്തിൽ നടുക്ക് നിൽക്കുന്ന 2 എണ്ണം വാടി. എന്താണ് അവിടുത്തെ pH എന്ന് എങ്ങനെ അറിയാൻ പറ്റുക? മിഷ്യനാണെങ്കിൽ ഓരോ ചെടിയുടെ ചുവട്ടിലും നമുക്ക് കുത്തി നോക്കാം. പിടികിട്ടില്ലേ? അപ്പോൾ നമുക്ക് കാര്യം പിടികിട്ടും. അപ്പോൾ ബാക്കിയുള്ള 8 എണ്ണത്തിൻ്റെയും pH 7ന് മേളിലായിരിക്കും. ഈ വാടി നിൽക്കണവൻ്റെ ചുവട്ടിൻ്റെ pH
6-ന് താഴെയായിരിക്കും. അത് ഈ മെഷീനാണെങ്കിലാണ് നമുക്ക് അങ്ങനെ മാറ്റി 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 കുത്തി നോക്കാൻ പറ്റുള്ളൂ. കാരണം ഓരോ അടി മണ്ണും ഡിഫറൻ്റാണ്. ഓരോ അടി മണ്ണും ഡിഫറൻ്റാണ്, വ്യത്യാസം വന്നിട്ടിരിക്കുന്നത്. നമുക്കറിയില്ലല്ലോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന്, എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥയെന്ന് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ നല്ല ഒരു ഉപകരണം മേടിച്ച് കുത്തി നോക്കുന്നതാണ് നല്ലത്. സൊല്യൂഷനിലേക്ക് പോകേണ്ട. സൊല്യൂഷൻ നോക്കുന്നതും പേപ്പർ കൊണ്ട് pH നോക്കുന്നതും ഓൾഡ് ടെക്നോളജിയാണ്. അതിലേക്ക് നമ്മൾ പോകണ്ട. താഴെ പോകും. എന്താ കാര്യം? ശക്തമായി മഴ പെയ്യുമ്പോൾ മണ്ണ് അസിഡിക് ആയിക്കൊണ്ടിരിക്കും. കേരളത്തിലെ 95% മണ്ണും അസിഡിക്കാണ്. കാരണം എന്താണ്? 6 മാസം മഴ കിട്ടുന്ന പ്രദേശമാണ്. മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കണേ? മേൽമണ്ണൊഴുകി പോകുന്നത് മാത്രമല്ല, മണ്ണിൽ കിടക്കുന്ന കാൽസ്യം വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന് ഒഴുകിപ്പോകും. താഴേക്ക് പോകും. എന്നിട്ട് ഒഴുകി എവിടെ എത്തും? കടലിലെത്തും. കടലിലെ കക്കായും ഷെല്ലുള്ള ജീവികളും പെരുകും. വീണ്ടും ഇത് തിരിച്ച് മണ്ണിലേക്ക് വരണം. പിടികിട്ടില്ലേ? അതായത് മഴ പെയ്യുന്തോറും ഇത് ഒഴുകി 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 മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിൽ ഇത് അലിഞ്ഞു ചേരും. ഇനി മഴവെള്ളത്തിൽ ഒരു നേരിയ അസിഡിറ്റിയുള്ള വെള്ളമാണെന്നിരിക്കട്ടെ, അന്തരീക്ഷത്തിൽ ഈ കാർബൺ വണ്ടികൾ വിടുന്ന പുകയും കാർബൺ മോണോക്സൈഡും എല്ലാം കൂടി അന്തരീക്ഷത്തിൽ നല്ല മാലിന്യം നിൽക്കുകയാണ്. ആ സമയത്താണ് ഒരു മഴ വരണത്. ഈ ഇച്ചിരി അസിഡിറ്റിയുള്ള മഴവെള്ളമാണ് വന്ന് പതിയണമെങ്കിലോ കാൽസ്യം കാർബണേറ്റ് പെട്ടെന്ന് ലയിച്ച് ചേർന്ന് പെട്ടെന്ന് ലീച്ച് ചെയ്ത് പോകും. ഇതാണ് നമ്മുടെ മണ്ണിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ അത് വരാതിരിക്കാൻ ടൈം ഔട്ട് വിളിച്ചു കുരുവിള. അതുകൊണ്ട് ഒരു ബ്രേക്ക്. അതെ, തമിഴ്നാട്ടിലെ മണ്ണ് എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് കല്ലുകളുണ്ട് നിറയെ. ഈ കല്ലുകൾ പൊടിഞ്ഞുണ്ടായ മണ്ണാണ്. അത് കാരണം അവിടെ ഈ pH വലിയ പ്രശ്നമല്ല. pH പ്രശ്നമല്ലാത്തതുകൊണ്ട് നമ്മൾ കുറേ കോഴിക്കാഷ്ടം വാരിയിട്ടാൽ എന്തുമുള്ളത്, മഴയും കുറവാണ്. ഇതാണ് കാര്യം. ഇപ്പം ഓരോ സ്ഥലത്തെയും മണ്ണ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. സസ്യജാലങ്ങളുടെ ഇലയും തണ്ടും തടിയും മണ്ണിൽ വീണ് പൊടിഞ്ഞ് മണ്ണിൽ എത്തുന്ന കാർബണാണ് കറുപ്പ് നിറം മണ്ണിന് കൊടുക്കുക. ഇപ്പം കൃഷി ചെയ്യും തോറും മണ്ണിൻ്റെ നിറം എങ്ങോട്ട് പോകണം? കറുപ്പിലേക്ക് പോകേണ്ടതാണ്. എന്നാൽ ഇന്ന് കൃഷി ചെയ്യുന്ന സകല മണ്ണുകളും ചുവപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് പ്രശ്നം. അതായത് മണ്ണിൻ്റെ നിറം കറുപ്പ്, കാർബൺ വേണം. ആ കാർബൺ ലിവിങ് കാർബണാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ആ കാർബണിൽ എന്തുണ്ട്? ജീവനുണ്ട്, സൂര്യപ്രകാശമുണ്ട്, സൂര്യ ചൈതന്യം അതിനകത്തുള്ള കാർബണാണത്, കത്തിച്ച് കളഞ്ഞിട്ടില്ല. അതാണ് മണ്ണിലുള്ളത്. അപ്പോൾ മണ്ണിൽ ഒരു 3% കാർബൺ മണ്ണിലുണ്ടെങ്കിൽ ആ മണ്ണിൽ എന്തും വിളയിക്കാം. മണ്ണിലെ കാർബണിൻ്റെ തോത് ഒരു 3% ഉണ്ടെങ്കിൽ ആ മണ്ണിൽ എന്തും വിളയിക്കാം. ആ കാർബണുള്ള മണ്ണിന് pH കാൽസ്യം കാർബണേറ്റ് ഉപയോഗിച്ച് pH കറക്റ്റ് ചെയ്ത് പിന്നെ അവിടെ എന്തും വിളയും. എന്താണത് കാര്യം? ജീവനുണ്ട്. ആ മണ്ണിന് ജീവനുണ്ട്. ആ ജീവനുള്ള മണ്ണിൽ 3% കാർബൺ മണ്ണിൽ കൊണ്ടുവരണം. ഇന്ന് നമ്മുടെയൊക്കെ മണ്ണിൽ കൃഷി ചെയ്യുന്ന മണ്ണിലെ കാർബണിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയാമോ? ബിലോ 1% ആണ്. അതാണ് കൃഷിയിലെ പ്രശ്നം, സങ്കീർണമായ പ്രശ്നം അതാണ്. കാരണം ജീവനില്ലാത്ത ഒരു മണ്ണിൽ കൊണ്ടുവന്ന് ജീവനുള്ള ഒരു സസ്യത്തിനെ വിളയിച്ച് നട്ട് ജീവനുള്ള ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? മണ്ണിൽ ജീവൻ അക്യുമുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ കാർബൺ മണ്ണിൽ നിറയെ വേണം. ഇത് ലാബിൽ പരിശോധിക്കാൻ പറ്റുന്നതാണ്. കാർബൺ എത്രയുണ്ട്, pH എത്രയുണ്ട്, ലാബിൽ നമുക്ക് മണ്ണ് പരിശോധിക്കാവുന്നതാണ്. 3% കാർബൺ കൊണ്ടുവരാൻ എന്ത് ചെയ്താൽ മതി? കംപ്ലീറ്റ് ഇലകളും തണ്ടും തടിയും എല്ലാം പൊടിഞ്ഞങ്ങോട്ട് കമ്പോസ്റ്റാക്കി അങ്ങോട്ട് കൊടുത്താൽ മതി. വളരെ ഈസിയല്ലേ. അതിന് പകരം നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കണേ? കത്തിച്ച് കളഞ്ഞിരിക്കും.
ഇതിനെ കമ്പോസ്റ്റാക്കി തിരിച്ച് മണ്ണിലേക്ക് കൊടുത്ത് മണ്ണിലെ കാർബണിൻ്റെ തോത് 3%, അതിൻ്റെ pH അറൗണ്ട് 7 ആക്കി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷി ആരംഭിക്കാം. ആ മണ്ണിൽ കൃഷി ആരംഭിക്കാം. അല്ലാത്ത മണ്ണിൽ ചെന്ന് കിടന്ന് തലകുത്തി മറിഞ്ഞിട്ട് കാര്യമില്ല. മണ്ണിൻ്റെ pH കറക്റ്റ് ചെയ്യുക. സപ്പോസ് നിങ്ങൾക്ക് മണ്ണിൻ്റെ pH 8% ഉയർത്താൻ കഴിഞ്ഞാൽ, ഉയർത്താൻ പറ്റില്ലേ? ഇലകൾ കൂടുതൽ ഇട്ടിട്ട് മണ്ണ് 8% ഉയർത്താൻ പറ്റില്ലേ? 7-8% കാർബണിൻ്റെ തോത് ഉയർത്താൻ കഴിഞ്ഞാൽ ആ മണ്ണിൽ ജീവിക്കുന്ന സൂക്ഷ്മജീവികൾ ഒരു 15 സെക്കൻഡിനുള്ളിൽ ജനിക്കും. പക്ഷേ ഇവർ വെള്ളം എടുക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. അന്തരീക്ഷത്തിൽ നിന്നും എടുത്ത് വളർന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം എവിടെ വരും? മണ്ണിൽ വരും. അങ്ങനെയാണെങ്കിൽ ആ മണ്ണ് നനയ്ക്കുകയേ വേണ്ടി വരില്ല, ഇറിഗേഷൻ വേണ്ടി വരില്ല ആ മണ്ണിന്. മനസ്സിലായോ? എപ്പോഴാണ് കാർബൺ 8%? വിറ്റാമിൻ B12 പച്ചക്കറികളിൽ ഉണ്ടാവില്ല എന്നാണ് ശാസ്ത്രലോകം നാളിതുവരെ വിചാരിച്ചിരുന്നത്. നാളിതുവരെ B12 കിട്ടണമെങ്കിൽ ഇറച്ചി തിന്നണം, മീൻ തിന്നണം, മുട്ട തിന്നണം എന്നാണ് അവർ പറയുക. B12 ബാക്കി എല്ലാ ബിയും കിട്ടും, പക്ഷേ B12 പച്ചക്കറികളിൽ നിങ്ങൾക്ക് കിട്ടില്ല എന്നാണ് നോൺ വെജിറ്റേറിയൻ ബേസ് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും സമർത്ഥിച്ചിരുന്നത്. എന്നാൽ 8% കാർബൺ ഉണ്ടെങ്കിൽ അവിടെ വളരുന്ന പച്ചക്കറിയിൽ B12 ഉണ്ടാകും, സകല സാധനവും ഉണ്ടാകും. കാർബൺ 8% മണ്ണിലുണ്ടാവണം. അപ്പോൾ കാർബണിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞിരിക്കണം. ഹ്യൂമിക് ആസിഡ് ഈ ജീവികൾ ചത്തടിയുമ്പോഴത്തേക്ക് ഉണ്ടായിക്കോളും. ഹ്യൂമിക് ആസിഡ് ഒന്നും നിങ്ങൾ നോക്കുക വേണ്ട. ഹ്യൂമിക് ആസിഡുകൾ കൊടുക്കുന്ന പരിപാടി വളമായിട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യമില്ല. നിങ്ങൾ കാർബണിൻ്റെ തോത് കൂട്ടിയാൽ ഈ കാർബണെ തിന്ന് വളരുന്ന സൂക്ഷ്മജീവികൾ പെരുകും. അവർ ചത്തടിയുമ്പോൾ ഈ ഹ്യൂമിക് ആസിഡും കുന്നോക്ലോസിഡും സകല സാധനവും ഉണ്ടായിക്കൊള്ളും, താനെ ഉണ്ടായിക്കൊള്ളും. പക്ഷേ ബേസ് pH കറക്റ്റ് ആയിരിക്കണം. മണ്ണിൽ കാർബൺ തോന്നണം. കാർബൺ കൂടിയാൽ എന്ത് കൂടിയെന്നാണ് നമ്മൾ പറയേണ്ടത്? ജീവൻ കൂടി. ജീവനുള്ള മണ്ണ് എന്ന് പറയുന്നത് അതാണ്. ഇനി അടുത്തത് 4ാമത്തെ ഐറ്റം അറിയേണ്ടത് മണ്ണിലെ ഫാറ്റാണ്. കൊഴുപ്പ്, മണ്ണിലെ ഫാറ്റ്. അതായത് വെള്ളം വീണാൽ ആ വെള്ളം തെറിപ്പിച്ച് കളയാനുള്ള കഴിവ് താമരയുടെ ഇലയ്ക്കില്ലേ? താമരയുടെ ഇല കിടക്കുന്നത് വെള്ളത്തിലല്ലേ? വെള്ളത്തിൽ കിടക്കുന്ന താമരയ്ക്ക് അതിൻ്റെ മേൽ വീഴുന്ന വെള്ളം ഉണ്ടകെട്ടി ഒഴുക്കിക്കളയാനുള്ള കഴിവില്ലേ? ചേമ്പലയിൽ വെള്ളം വീണാൽ ഒഴുക്കിക്കളയില്ലേ? എന്താ ഇത്? ഈ ഇലയുടെ മേളിലൊരു വാക്സ് കോട്ടിംഗ് ഉണ്ട്. ഈ വാക്സ് കോട്ടിങ് സകല ചെടിക്കും വേണ്ടതാണ്, എല്ലാ ചെടിക്കും വേണ്ടതാണ്. തെങ്ങിനും വേണം, വാഴയ്ക്കും വേണം, സകല ചെടികൾക്കും ഈ വാക്സ് കോട്ടിംഗ് ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ അത് നനയും, ഇല നനയും. നനയുക എന്ന് പറഞ്ഞാൽ ആ ഇലയിലൂടെ ചെടിയിൽ ശേഖരിക്കപ്പെട്ട സകല ന്യൂട്രിയൻസും വെള്ളത്തിൽ ഒലിച്ചു പോകും. ലീഫ് ലീച്ചിങ് എന്ന് പറയുന്ന പ്രതിഭാസത്തിലൂടെ മണ്ണിൽ നിന്നും എങ്ങനെയാണോ ഒഴുക്കിക്കൊണ്ടു പോകുന്നത് അതേമാതിരി തന്നെ ചെടിയുടെ ഇലയിലൂടെയും ന്യൂട്രിയൻസ് നഷ്ടപ്പെടുകയും ചെടി പെട്ടെന്ന് മഞ്ഞളിക്കുകയും ചെയ്യും. ചെടി മഞ്ഞളിക്കും. ഒറ്റ മഴയ്ക്ക് നമ്മളുടെ ഇവിടുത്തെ കവുങ്ങുകൾ മഞ്ഞളിക്കും, തെങ്ങ് മഞ്ഞളിക്കും. ഇതിൻ്റെ കാരണം ഇതാ, ലീഫ് ലീച്ചിങ് ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോട്ടിങ് ഇല്ലാഞ്ഞിട്ടാണ്. തെങ്ങിന് പ്രധാനമായിട്ടും വരുന്ന രോഗം കൂമ്പ് ചീയലാണ്. ആ കൂമ്പിൻ്റെ പുറത്തും ഒരു കോട്ടിംഗ് ഉണ്ട്. പണ്ട് കാലത്ത് കൈകൾ മുറിഞ്ഞാൽ ഇതിൻ്റെ ചവരെടുത്തിട്ട് ഒട്ടിച്ച് വയ്ക്കുക, അതൊരു പ്രൊട്ടക്ഷനാണ്. അത് കൂമ്പിന് കൊടുത്ത പ്രൊട്ടക്ഷൻ നമുക്കും പ്രൊട്ടക്ഷനാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ പ്രാവശ്യം വെച്ചാൽ മതി, അതവിടെ ഇരുന്ന് ആ മുറിവ് ഉണങ്ങിപ്പോയിക്കളയും. ഇന്ന് ആ കൂമ്പിൽ ഈ വാക്സ് കോട്ടിങ് ഇല്ല. എന്തായിരിക്കും സംഭവിക്കുക? മഴ പെയ്ത് കഴിഞ്ഞാൽ ആ കൂമ്പ് നനയും, ഫംഗസ് വരും, കൂമ്പ് ചീയൽ വരും, രോഗമായി.
തെങ്ങിന് രോഗമായി. ഇതാണ് ഇതിൻ്റെ കാരണം. ഈ വാക്സ് കോട്ടിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫാറ്റ് വേണം മണ്ണിൽ. ഫാറ്റ് എന്ന് പറഞ്ഞാൽ ജീവികൾ ചത്തടിഞ്ഞാൽ ഫാറ്റുണ്ട്. ഇപ്പോൾ മത്തിക്കകത്ത് എന്തുണ്ട്? മത്തിക്കകത്ത് ഫാറ്റുണ്ട്. ആ ഫാറ്റ് മീനുകളുടെ വേസ്റ്റുകളെല്ലാം, ഇറച്ചിയുടെ വേസ്റ്റ്, മുട്ടയുടെ വേസ്റ്റ് എല്ലാം കമ്പോസ്റ്റായി ചെടിക്ക് കൊടുത്താൽ ഇതായി. ഇത് വെള്ളം തെളിപ്പിച്ച് കളയാനുള്ള കഴിവ് ചെടികൾക്ക് വരും. ചെടികൾക്ക് രോഗം വരില്ല. അക്കാ കൊടുത്താൽ നാറും, അത്രേ ഉള്ളൂ. മണ്ണിട്ട് മൂടിയാൽ മതി. മണ്ണിട്ട് മൂടിയാൽ മതി. തടം എടുത്തിട്ട് മണ്ണിട. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പട്ടി വന്ന് മാന്തും. പട്ടിയൊക്കെ വന്ന് മാന്തും. നമുക്ക് മണം കിട്ടിയില്ലെങ്കിലും ആർക്ക് കിട്ടും? പട്ടിക്ക് കിട്ടും. ഇതിൻ്റെ അടിയിൽ സാധനം ഉണ്ടെന്ന് അവർക്കറിയാം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കനത്തിൽ കുഴിച്ചിടേണ്ടി വരും. എന്നാലും അവർ മാന്തി ദൂരെ കളയും. പട്ടികൾ വന്ന് മാന്തും. അല്ലെങ്കിൽ മതിൽ നല്ല പ്രൊട്ടക്ഷനുള്ള ഏരിയയിൽ തടം തുറന്ന്, പണ്ട് കാലത്ത് ഞങ്ങൾ ചേർത്തലയിലുള്ള എല്ലാവരും ചെയ്തിട്ടിരുന്നതാണ്. ചാകര വരുമ്പോൾ മത്തി കൂടുതൽ വരുമായിരുന്നു. മത്തി ഓരോ ചാകരയുടെ ഇത് കൊണ്ടുവരുന്നത് ഈ വലിയ കൊട്ടയാണ്. വലിയ കൊട്ട. അവരെ കാവുകാരെന്ന് പറയും. കാവ്. ഒരു കാവെന്ന് പറഞ്ഞാൽ ഒരു വടിയൽ രണ്ടറ്റത്ത് വലിയ 2 കൊട്ടകളാണ്. ഈ കൊട്ട കൊണ്ടുവന്നാൽ ഓരോ കൊട്ട മത്തി ഓരോ തെങ്ങിനിടുമായിരുന്നു. ഓരോ കൊട്ട മത്തി എന്ന് പറഞ്ഞാൽ കുറഞ്ഞത് ഒരു 50 കിലോ മത്തി വരും. അത് ഇതൊരു ഇട്ടിട്ടില്ലേ? എല്ലാവരും ഇടും. കാരണം എന്താണ്? ഈ മത്തി കടലിൽ നിന്ന് കിട്ടി. ഇത് കൊണ്ടുപോകാൻ വണ്ടിയൊന്നുമില്ല. സൂക്ഷിച്ച് വെക്കാൻ ഐസില്ല. അന്നതില്ല. പിന്നെ ഇവർക്കിത് എങ്ങനെയെങ്കിലും ചിലവാക്കിയാൽ പോരെ. അപ്പോൾ കൊണ്ടുവരുമ്പോൾ അന്നേരം ചെയ്യുന്നത് തടം തുറന്നിട്ട് തടത്തിലിട്ടിട്ട് മൂടുകയാണ് ചെയ്യുക. നല്ലോണം തടം തുറന്ന് തടത്തിനകത്തിട്ട് മൂടും. പിറ്റേ വർഷം അറിയാം. ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തെങ്ങിൽ അതിൻ്റെ വ്യത്യാസം അറിയാം. അപ്പോൾ എല്ലാ ചെടികൾക്കും വേണ്ടതാണിത്. ഇന്ന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഒരു മത്തിക്ക് 10 രൂപ വിലയുള്ളപ്പോൾ മേടിച്ച് തെങ്ങിനിടാൻ പറ്റുമോ? തെങ്ങിനിടാൻ പറ്റില്ല. പക്ഷേ മത്തിയുടെ തലയും കുടലും വാലും ചെതുമ്പലും കിട്ടും. ടേസ്റ്റായിട്ട് കിട്ടും. എല്ലായിടത്തും കിട്ടും. ഞങ്ങളിവിടെ ഒരിടത്ത് പോയി നോക്കി. ഒരിടത്ത് അരൂർ ഒരു ഫാക്ടറി പോയി നോക്കി. 2 ടൺ മുതൽ 4 ടൺ വരെ ഒരു ഫാക്ടറിയിൽ വേസ്റ്റുണ്ട്. മീൻ എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ വേസ്റ്റുണ്ട്. ഒരു ദിവസം 2 ടൺ മുതൽ 4 ടൺ വരെ. അവർക്ക് 8 പീലിംഗ് ഷെഡുകളുണ്ട്. ഈ 8 അടുത്തുനിന്നും കൂടി ഒരു 2 മുതൽ 4 ടൺ വരെ വേസ്റ്റ് വരുന്നുണ്ട്. അങ്ങനെ എത്ര ഫാക്ടറിയാണ്? 1000-ന് മേൽ ഫാക്ടറികളുണ്ട്. അരൂർ മുതൽ അമ്പലപ്പുഴ വരെ. അവിടുത്തെ മീനിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി എടുത്ത് കമ്പോസ്റ്റാക്കി ചെടിക്ക് കൊടുത്താൽ പോരെ? ഈ ഫാറ്റ് വരില്ലേ? തെങ്ങിൻ്റെ പ്രശ്നം എന്താണെന്ന് ആലോചിച്ചേ. തെങ്ങിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താ? തേങ്ങ. തേങ്ങയുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്താ? വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ എന്ന് പറയുന്ന ഒരു ഫാറ്റല്ലേ? ആ ഫാറ്റ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? മണ്ണിൽ ഫാറ്റ് വേണം. തെങ്ങിൻ്റെ രോഗത്തിന് ഒരു ഗവേഷണത്തിൻ്റെ ആവശ്യമില്ല. മണ്ണിൽ ഫാറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ രോഗം. അതുകൊണ്ട് മീനിൻ്റെ വേസ്റ്റുകൾ കംപ്ലീറ്റ്, ഇറച്ചിയുടെ വേസ്റ്റുകൾ കംപ്ലീറ്റ്, മുട്ടയുടെ വേസ്റ്റുകൾ കംപ്ലീറ്റ് കമ്പോസ്റ്റാക്കി ചെടിയുടെ ചുവട്ടിലെത്തുന്ന രീതിയിൽ ഒരു കമ്പോസ്റ്റിംഗ് സംവിധാനം ഡെവലപ്പ് ചെയ്യണം. അങ്ങനെയാണ്. ഈസിയാണ്. സാധനം ഈസിയാണ്. കരിയോയിൽ ഒഴിച്ചു കൊടുത്താൽ കരിഞ്ഞു പോകും. അല്ല, കരിയോയിൽ ഡിഫറൻസ് കിട്ടും. കാരണം നിങ്ങൾക്ക് പിന്നെ ഈ വണ്ടി വാഷ് ചെയ്യണ അല്ലെന്നേ, വണ്ടി വാഷ് ചെയ്യണ ഇതില്ലേ? അല്ലല്ല, കാർ വാഷിംഗ് സെൻറ്ററുകളില്ലേ? അതിൻ്റെ ഇറമ്പി നിൽക്കണ തെങ്ങൊക്കെ നോക്കിയാൽ മതി. ഡിഫറൻസ് ആയിരിക്കും. കാർബൺ മാത്രമല്ല, ഈ വണ്ടിയിലുള്ള ഫാറ്റെല്ലാം കൂടി ഒഴുകി
അവിടെ എത്തി ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയോ ബാക്ടീരിയ ഡീകമ്പോസ് ചെയ്ത് ചെടിക്കെടുക്കാൻ പരുവത്തിലാക്കും. ചെടിക്ക് ഫാറ്റ് വലിച്ചെടുക്കാൻ പറ്റില്ല. എന്നാൽ ഈ ഫാറ്റിനെ ഡീകമ്പോസ് ചെയ്യാനുള്ള ബാക്ടീരിയ മണ്ണിലുണ്ട്. അവരതിനെ ഉടച്ച് ചെടിക്കെടുക്കാൻ പരുവത്തിൽ ആക്കും. കാരണം വെളിച്ചെണ്ണ കനയ്ക്കുമോ? ഇച്ചിരി വെള്ളം കൂടുതൽ വീണിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും വരിക? വെളിച്ചെണ്ണ കനക്കിയില്ല. കനയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഡീകമ്പോസിങ് ആണത്. ഏതോ ബാക്ടീരിയ അതിനകത്ത് ഡെവലപ്പ് ചെയ്ത് കനച്ച് തിന്നാൻ കൊള്ളുകയില്ലാത്ത പരുവത്തിലാക്കി. എന്നാൽ അത് കൂടുതൽ കനച്ചു കഴിഞ്ഞാൽ ചെടിക്കെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്ടീരിയ ഈ കരിയോയിലിനെ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. ബാക്ടീരിയ വരും. കാരണം ഇപ്പം തന്നെ ക്രൂഡ് ഓയിലുകൾ കടലിൽ ക്രൂഡ് ഓയിൽ കയറ്റി വന്ന കപ്പലിന് ദ്വാരം വന്ന് കടൽ മുഴുവൻ ക്രൂഡ് ഓയിൽ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ, നിലനിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ അതിനെ മാറ്റാനായിട്ട് ഒരെണ്ണം ബാക്ടീരിയ അവർ ഡെവലപ്പ് ചെയ്തിട്ട് അതിനങ്ങ് വിട്ടുകൊടുക്കുക. അല്ലാതെ ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്രൂഡ് ഓയിലിനെ നമുക്ക് അഴിച്ച് മാറ്റാം.